Assalamualaikum. Hello guys, welcome to my YouTube channel. എന്താണ് എല്ലാവരും വിശേഷം? കുറേ ആയില്ല വീഡിയോസൊക്കെ ഇട്ടിട്ട്. ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസ് ഇടാനുള്ള സമയമൊന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓഫീസ് ഇല്ലാത്തത് കാരണം ചെറിയൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടിട്ട് ഞാനിപ്പോൾ എവിടെയെന്ന് മനസ്സിലായോ? സ്ഥലം അറിയുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്. മോൾ ഓഫ് ദി എമിറേറ്റ്സിലാണ്. ഞാൻ സംസാരിക്കുന്നത് എത്രത്തോളം ഓഡിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആക്ച്വലി ഇന്ന് ഓഫീസ് ഇല്ലാത്തത് കാരണം ഞാൻ നേരത്തെ ഇറങ്ങി. വീക്കെൻഡ് അല്ല. ജാസിമാക്ക് ഇന്ന് വർക്ക് ഉണ്ട്. അവളെ വർക്ക് കഴിയുമ്പോഴത്തേന് ഓൾമോസ്റ്റ് 9 o'clock ആവും. അവൾ നേരെ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ അടുത്ത വിശേഷം അവൾ വന്നിട്ട് നമുക്ക് കാണാം. എനിക്ക് ആക്ച്വലി ഈ ഒരു മോളായിട്ടൊരു പേഴ്സണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ആക്ച്വലി ഞാനിവിടെ ഒരു ഓൾമോസ്റ്റ് ഒരു 1.5-2 years ഈ ഏരിയയിൽ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഈ മോളിൻ്റെ അടുത്തുനിന്ന് ഒരു 100 meter മാറിയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ ബാച്ചിലറായി നിൽക്കുന്ന സമയത്തൊക്കെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പണിയില്ലാത്ത സമയത്ത് മോളിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. അതൊരു ഓർമ്മയാണ്. ഇവിടെ ടൈം ഓൾമോസ്റ്റ് 8:20 ആയിട്ടുണ്ട് കേട്ടോ. ഇഷ ബാങ്ക് കൊടുത്തിരിക്കുന്നു. അവൾ ഇനിയും വരാൻ സമയമെടുക്കും. നമുക്ക് പോയി നിസ്കരിച്ചിട്ട് വരാം. മോളിൽ നിന്ന് പോസ്റ്റായപ്പോൾ ജസ്റ്റ് പണ്ടത്തെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ ഇവിടെ കുക്കിംഗ് ഗ്യാസ് ലീക്കായി ഭയങ്കരമായിട്ട് തീപിടുത്തമൊക്കെ ഉണ്ടായി. ഇവിടെ പോലീസൊക്കെ ഉണ്ട്. ആൾക്കാരൊക്കെ വൻ സീനിലാണ്. ഞങ്ങളെല്ലാവരും ഇവിടെ ഇരുന്നിട്ടാണ് ചായയൊക്കെ കുടിച്ചിരുന്നത്. ഞാൻ സ്റ്റേ ചെയ്തിരുന്നത് ഇവിടെ ഇരുന്നു. എൻ്റെ 5th floor. ഇപ്പോൾ ഓർമ്മ പുതുക്കാൻ വേണ്ടി വന്നപ്പോൾ കാണേണ്ട കാഴ്ച അല്ല കാണുന്നത്. സീനാണ്. ഗൈസ്, ഏതാനും നിമിഷങ്ങൾക്കകം ജാസിമ എത്തിച്ചേരുന്നതാണ്. അവിടെ ഇത് വരുന്നാണല്ലോ. എന്താ കാറ്റ് വാക്ക് അല്ല അത്. മറ്റേ അസ്സലാമലൈക്കും. ജാസിമ, എനിക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ഓർഡർ ചെയ്തോ. എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. തിന്നാൻ പറ്റണതാവണം കേട്ടോ. വായിൽ വെക്കാൻ പറ്റുന്ന സാധനമാവണേ. Dude, this is vlog. Don't use your bullshit words. നമ്മുടെ ഷെയ്ക്ക് ജ്യൂസ് എത്തിയിട്ടോ. കാര്യമായ എന്തൊക്കെ ഓർഡർ കൊടുക്കുന്നുണ്ട്. ഒക്കെ അറിയണ പോലെ ഇരിക്കാം. നമ്മളെ ജ്യൂസ് എത്തിയിട്ടുണ്ടോ? കുടിച്ചൊക്കെ എങ്ങനെയുണ്ട് പറ. നല്ല ടേസ്റ്റ് ഉണ്ട്. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ഓക്കെ, ഗുഡ്. അതെന്റേതാണ്. കൊള്ളാവോ? നിനക്ക് ഇഷ്ടമല്ലല്ലോ ഈ ടൈപ്പ് ഏഷ്യൻ കിച്ചണൊന്നും. പൊളിച്ചെടുക്ക്.
So this is the black pepper sauce, soy sauce, and the chili sauce. Alright. Thank you. So I'm getting the dim sum, I'm getting the sushi, Okay. the chili prawn, Okay. and I divide you the half plastic and half noodles. Okay. Only one in. And I'm getting the basic chicken smoke. Alright. Thank you. sushi ആക്കുന്നുണ്ടെന്നാ ആ നമ്മളത് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. ഇത് വീഡിയോ എടുത്ത് കൊട്ടാം മതി അത് മാറും. മരിക്കുന്നു ഇതിലെല്ലാം മാസ്റ്റർ The prawn tempura for sushi. Thank you. എന്താണ് ഒരു മിനിറ്റ് ആക്കി നോക്കാം. അത് ഡേറ്റ് മിൽക്ക് ഷേക്ക്. മുത്ത നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലേ അത് സെറ്റാ. ഏതെടുത്തോ പൈനാപ്പിൾ പൈനാപ്പിൾ നീ കുടിച്ചോ? ഒറ്റയ്ക്ക് കുടിച്ചോ? എന്ത്? സ്പൈസി ഇഷ്ടമല്ലാത്തവർക്ക് ആ അത് കഴിച്ച് കഴിഞ്ഞാൽ കൂടുവാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഇത് റെഡ് ചില്ലി സോസ് ആ Soba noodles, Rashagula with prawn. അയ്യോ അറിയാൻ വന്നിട്ടുണ്ടായിരുന്നില്ല. എന്താണ് പറയേ? അതായത് ഷൂഷി ആ ഷൂഷി അല്ല സുഷി. ഷൂഷി ഈ സാധനം ഇത് ഇഷ്ടം. പക്ഷെ ഞാൻ ഇത് ട്രൈ ചെയ്യാൻ പോകുന്നു. വാവ് ഹൗ ഇസ് ഇറ്റ്? നല്ലുണ്ട്. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. ശ്രദ്ധിക്കട്ടെ. കഴിക്ക്. ആ വെള്ളം വേണോ? ഇറങ്ങുന്നില്ല. മഞ്ജു വാര്യർ വരെ പറഞ്ഞ് മഞ്ജു വാര്യർക്ക് ഷൂഷി ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ സുഷിയാണ് ഏഷ്യ കിച്ചണിന്റെ. ആ അപ്പം തന്നെ നമ്മൾ ശരിക്കും വേറെ ട്രൈ ആക്കിയിട്ടേ ഏത് ഈ ഷൂഷി സുഷി വേറെ ഉണ്ട്, പക്ഷെ ചില സുഷി ഇഷ്ടപ്പെടില്ല. അതിൽക്കൊരു വേറൊരു ചൊവ വരും. ഇത് നല്ല രസമുണ്ട്. ഇത് പപ്പടം. ആ പപ്പടം. എന്ത് പപ്പടാണോ? ഇതിന്റെ പേരെന്ത്? നാസി ഗോറിങ്. നാസി ഗോരി. തായ്ലാൻഡിന്റെ ആ സ്പെഷ്യൽ. തായ്ലാൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ അതിൻ്റെ ട്രഡീഷണൽ ഫുഡാണത്. ഞാൻ മലേഷ്യയിലുള്ള സമയത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞോളൂ. മതി മത്തിക്കണ്ട മതി. ജാസിമ ഇനി എന്തെങ്കിലും വേണോ? വേണ്ട മോനെ മതി മോനെ. ഇന്നെന്നാ കഴിക്ക്. ഫുള്ളായി ഉള്ളോ? തൊട്ടിട്ടില്ലല്ലോ അത്. മതി കഴിക്ക്. മതിയണം. പോരെ, കുറച്ചുകൂടെ തിന്നാൻ മതി. നല്ല അടിയാണല്ലോ. ഏ? കഴിക്ക് കഴിക്ക്. ഇത് നിനക്കാണ്, എനിക്കല്ല. നാ. കഴിച്ചോ? ആ പ്ലേറ്റ് ഇതാ. താങ്ക് നീ യു. കഴി- ഇതിൽ ഏതാ ഏറ്റവും ഇഷ്ടമായത്? അങ്ങനെ പറയരുത്. നമ്മൾ ആക്ച്വലി ഉള്ളത് ഏഷ്യ കിച്ചണിലാണ് കേട്ടോ. മോൾ ഓഫ് ദി വീട്ടിൽ ഇതിലിഷ്ടമായത് സലാഡ്. എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടു. എല്ലാത്തിനും ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു ഇതുണ്ട്, ടേസ്റ്റ് ഉണ്ട്, ഒരു ഫ്രഷ് ടേസ്റ്റ് ഉണ്ട്. എന്തെങ്കിലും പറയും. അതെ അതെ അതെ. അടുത്ത് എന്താ വരുന്നത് ജാസിമ? ബ്രൗണി. ബ്രൗണിയോ? ബ്രൗണി വിത്ത് ഐസ്ക്രീം. Is there any particular name for that? ബ്രൗണി ഐസ്ക്രീം. ബ്രൗണി ഐസ്ക്രീമാ? ബ്രൗണി ഐസ്ക്രീം ആണോ അതിന്റെ എന്താ പേര്? പോലെ ഇതിൽ അത് മതി. അതിന്റെ പേരെന്താ ശരിക്കും? മറന്ന്. ബ്രൗണി ആണ്, ഐസ്ക്രീം ഉണ്ട്. എന്തോ വേറെന്തോ പേരുണ്ട്. ഒന്ന് നോക്കണ്ടേ?
നമുക്ക് കഴിക്കാൻ മാത്രമല്ല അറിയുള്ളൂ, ഓർഡർ ചെയ്യാൻ. എനിക്ക് എഴുതാൻ മാത്രമേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ല. ഈ മാസാമാസം ഓരോരോ ബ്ലോഗ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളൂ? ഇനിയെന്താ അപ്ഡേഷൻ കൊടുക്കും. അതിനെന്താ വ്ളോഗ് ചെയ്തിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്യണമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ആര് സബ്സ്ക്രൈബ് ചെയ്യണം? ഇതേ മച്ചു വരുന്നുണ്ട്. മച്ചു ഹായ്. Sizzling brownie. സിസ്ലിംഗ് ബ്രൗണി. Yes. പക്ഷേ ഇത് ഐസ്ക്രീം പൊട്ടിച്ചിട്ടാണ് കഴിക്കുന്നത്. എന്നാ പൊട്ടിക്കത്. ഞാൻ ഫസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്യട്ടെ. വായ പൊള്ളണ്ടാട്ടാ. സ്വാഭാവികം. ഇനി നമുക്ക് ചീറ്റ് ഡേ ആണ്. നമ്മക്കല്ല നിനക്ക്. ആ, ഇനി ഞാൻ ഐസ്ക്രീം പൊട്ടിച്ച് കഴിക്കാം. ഇതെന്താ വാനിലയോ എന്തോ ഐസ്ക്രീമാണ്, പക്ഷെ ഇങ്ങനെ കഴിക്കാനാണ് ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. ഐസ്ക്രീം വരുമ്പോൾ കുറച്ച് തണുപ്പ് കിട്ടി. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു മട്ടിപ്പ് വരുത്. മതി. കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഹൈർ എനിക്ക് ആക്ച്വലി ഇല്ലേ ഈ ഒരു സ്ഥലം ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം എൻ്റെ കാമുകിയായിട്ട് നീ ഇവിടുന്ന് ഒരുപാട് ഫോട്ടോസ് കിട്ടും. യെസ് കിട്ടും. അത് നീ നോക്കിക്കോ, ഇവിടുത്തെ ഈ ദുബായിലത്തെ ആഡിൻ്റെ കുറേ അഡ്വർടൈസ്മെൻറ്റ്സിൽ ഇത് കാണാം. നിന്റെ പഴയ ഹൈലൈറ്റ്സിലും കാണാം. ഞാൻ സത്യമാണ് പറയുന്നത്. നിങ്ങളെ ഹൈലൈറ്റ്സിൽ കയറി നോക്കി നോക്ക്, അപ്പോൾ കാണാൻ പറ്റും എൻ്റെ ലീലാവിലാസങ്ങൾ. സോ ഗൈസ്, വി ആർ സൈനിങ് ഓഫ്. പിന്നെ ഒരു കാര്യം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാലല്ല എനിക്ക് കൂടുതലായിട്ട് പുതിയതായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരു മോട്ടിവേഷൻ വരുള്ളൂ. സോ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അസ്സലാമു അലൈക്കും.